ഗൈസ് നമസ്കാരം. റോബി ശല്യാക്കുന്ന പ്രസിഡന്റ് വിത്ത് ഹെൽമെറ്റ്. നമ്മള് ഒരു ബൈക്ക് റൈഡ് പോവാണ് ഗൈസ്. ഉച്ചവരെ ഭയങ്കര വെയിലാ, പൊരി വെയിലാ, മിക്കവാറും നേരത്തെ വരും. റോബിയുടെ ബൈക്കുണ്ട്, പ്രസിഡന്റിന്റെ ബൈക്കുണ്ട്, എന്റെ ബൈക്കുണ്ട്, ഇതുണ്ട്, ഷോട്ട്. പിന്നെ പ്രസിഡന്റ് വാടക എടുത്താണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരു റെഡ് ആയിരുന്നു, ഇപ്രാവശ്യം ബ്ലൂ ആക്കി. ഇപ്പൊ ഒരു ബൈക്കുണ്ട്, ഇതുണ്ട്, റിച്ച് ആയത്. ശ്രീഹരി സ്ലിം ഷോട്ടിലിരിക്കും, വ്ളോഗ് ചെയ്യും. നമ്മൾ ഇടക്കിടക്ക് നിർത്തുന്നു, വ്ളോഗ് ചെയ്യുന്നു, പോകുന്നു, ഫുഡ് അടിക്കുന്നു, വ്ളോഗ് ചെയ്യുന്നു, വരുന്നു. വൈബ് തന്നെ ഇന്ന് കേട്ടാ. ഉഷാറല്ലേ? ആ എന്ന് ഇതാ. പിന്നെ റോബിയേട്ടന് ഒരു പുതിയ സാധനം നമ്മളെ ഗ്രൂപ്പിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 360 ക്യാമറ. അല്ലേ? തെറ്റിയിട്ടില്ലല്ലോ. ക്യാമറ തന്നെയല്ലേ ഇത്? ബോംബെന്നല്ലോ. X5 ആണേ. ഓ X5. ഓ കൊള്ളാലോ, കൊള്ളാല്ലേ? റബ്ബറോട്ടല്ല പോലെ അങ്ങനെയല്ല, റബ്ബറോട്ടാ. റബ്ബർ എക്സ്പ്ലെയിൻ ചെയ്യണ്ട ഗൈസ്. ഇത് ഇൻട്രോഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യും കേട്ടോ. എനിക്കിത് ഉപയോഗിക്കാൻ അറിയില്ല. മതിയായിരിക്കും, നോക്കാം നമുക്ക്. സിമ്പിൾ അല്ലേ? എന്നാ പോയിക്കൂടെ നമുക്ക്? ബൈക്ക് എടുക്കട്ടെ. ശരി, വ്ളോഗ് ടേക്ക് കെയർ ചെയ്യല്ലേ? വ്ളോഗ് വണ്ടിന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ ചെയ്യാൻ പറ്റൂല. അല്ല, നിർത്തി നിർത്തി പോകുമ്പോ മെല്ലെ മെല്ലെ എടുക്കാം. കാറ്റടിക്കുമ്പോ നിങ്ങൾ മൈക്ക് വെച്ച് തരുവാ. ക്യാമറ ഇത് വാങ്ങിയെന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. മൂക്ക് എവിടെ നിന്നും കിട്ടും, മനസ്സിലായാ? എന്തോ മാനത്തേക്ക് നോക്കിക്കണേ. കോട്ടന്റെ ആളി കളിക്കുന്നതാ. ആട്ടം നോക്കിയിരുന്നു. അപ്പൊ ഇടക്കിടക്ക് വേണം. എല്ലാം ഓക്കെ അല്ലേ? ഹാപ്പി അല്ലേ? പോയിക്കൂടെ നോക്കുന്നാല്. ഓ മുഖംമൂടി നമ്മുടെ പഴയ ഹെൽമെറ്റ് ഇല്ലേ? ബൈക്കിന്റെ വേണമെങ്കിൽ. ഇല്ലെങ്കിൽ ചിലപ്പം കല്ലടിക്കാൻ ചാൻസ് ഉണ്ട്. കല്ലടിച്ച് ഇങ്ങനെ ആയാലോ. കന്നഡ ഇത് എത്ര ആടെ എന്തോ ഒരു കേസ് ഉണ്ട്. അയ്യോ തീർച്ചയല്ല, നിന്റെ അടുത്തുനിന്നും ശരിയാക്കല്ലേ. 10 ആവണം. അതാ ഞാൻ പറഞ്ഞത്. അടിച്ചു എന്താന്ന് വെച്ചാൽ നോക്കി. ഇത് ലുക്കാട്ടാ. ഇങ്ങനെ കാണുമ്പോ ലുക്കാ. അതിന്റെ ഉള്ളിൽ എന്തോ ഉണ്ട്. അതേതാ ബ്രാൻഡ്? അതേതാ ബ്രാൻഡ്? അതേതാ ബ്രാൻഡ്? കന്നഡ ഫാക്ടറി. മച്ചാനെ നിങ്ങൾ പറഞ്ഞില്ലേ ഇടക്ക് മാത്രമേ മിസ്സാവുന്ന പ്രശ്നമില്ലു. ചങ്ങായിക്കോ എന്തിട്ട് ഓരോ കാര്യത്തിനും മിസ്സാവും. എവിടെയൊന്നും അറിയില്ല. മച്ചാനെ ADHD ഭാഗമാണിത്. പാട്ടെല്ലാം ഉണ്ടാ? ഏടാ ബ്ലൂടൂത്താ? അതാ ട്രെയിൻ ഗൈസ്. ട്രെയിൻ വന്നു. ട്രെയിൻ എന്താണ് പറയാനുള്ളത്? ഇത്രയും നേരം യാത്ര, യാത്ര 5 മിനിറ്റ് ആയിരുന്നു. ഇത് കിട്ടുന്ന പോലെ പൊട്ടുന്നുണ്ടല്ലേ? ഓ ഓ ആറ്റിറ്റ്യൂഡ് എല്ലാം കിടക്കുന്ന പോലെ. ട്രെയിനിന്റെ അടിയിലൊക്കെ പോയി നോക്കിയാലോ? അത് പൊളിക്കും. ഇങ്ങനെ ചെരിച്ചിട്ട് പോയാലോ? ഇത് നടുവേനല്ലേ? ആ ഇത് കാണുമ്പോ നടുവേന തോന്നുന്നുണ്ടല്ലോ. നിങ്ങൾ ഓടിക്കുന്ന കണ്ടിട്ട് നമുക്ക് നടുവേന ഫീൽ ചെയ്യുന്നു. അതെ, ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല ശരിക്കും കുറച്ച് ഓടിക്കുമ്പോ ഇങ്ങനെ
ഞാൻ ഹ്യൂസ്റ്റണിൽ വീട് വരെ ഓടിച്ചിട്ട് ഇടയ്ക്ക് നടുവേന വന്നു. ഞാൻ ഇങ്ങനെ ഇരുന്ന് ഓടിക്കണം. അതെയാ, അപ്പൊ ഹാൻഡ് ബാക്കിലോട്ട് വരുമോ? ഞാൻ ഫ്രണ്ടിലേക്ക് കയറും. കഴിക്കുവാടാ നൈസ് വണ്ടി കേട്ടോ. എടാ എല്ലാം മാറ്റിയിട്ടാ, എല്ലാം മാറ്റിയതാ. ഫോണ് മാറ്റി, ലൈറ്റ് ഓണടിച്ച വേണ്ട, ട്രെയിൻ നിൽക്കും. എന്താ അത്? എന്താണ് ലോറിയാ? ട്രെയിനിലുള്ള എത്ര വലിയ ഹോണ്. ഇനി റോളേഴ്സ് ആവാം, കുറച്ച് സിനിമാറ്റിക് ആക്കിയാലോ? വേണ്ട അല്ലേ? ചില്ലാക്കി വേണ്ട ചില്ലാണ്. ആ പിന്നെ വെറുതെ ചോദിച്ചൂടെ. എങ്ങനെയുണ്ട് ഇത്രയും നേരത്തെ യാത്ര? ഉഷാറല്ലേ? അയ്യോ എന്താ ഇത്? ഞാൻ ആദ്യം കളിച്ചത് യേശുദാസിന്റെ പാട്ട്. ഞാനെന്താ അറിയാ, ഇന്നലെ ഉറങ്ങുമ്പം സ്ലീപ്പ് ടൈമർ വെച്ചിട്ട് വെച്ചാണ്. പക്ഷേ ഓക്കെ സെറ്റ് ഫീൻ. നമ്മളറിയാതെ വേറൊരു ഗ്യാങ്. ഇതേതാണ്? ഇവര് മലപ്പുറത്തുള്ളതാണ് ഗൈസ്. മലപ്പുറം ഗൈസ്. എന്താ പോലെ ഒന്ന് പേടിച്ചല്ലേ? ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ടേൺ ചെയ്തല്ലേ, നമുക്കൊരു നാട്ടിലൊരു നൊസ്റ്റാൾജി അടിച്ചു. ഇത് കണ്ടല്ലേ? ഇത് കണ്ടേരം അത് ഫ്രൂട്ട്സില് മറ്റേ ടഹീനെല്ലാം ഇട്ട് തരും. കുറച്ച് സ്പൈസി ആയിട്ടില്ല ഇതില് പൗഡർ. ആ ഡ്രിഫ്റ്റ് പൊളിയായിരുന്നു. പക്ഷെ വ്ളോഗ് കിട്ടിയില്ല. How's it going, ma'am? Good. ¿Cómo estás? പിന്നെ ഇതെന്താന്ന്? ഇത് ബന്ധാന ചെറിയ അതുകൊണ്ടാണല്ലേ ഇത് കഷ്ടി അല്ല മറ്റേ കുരിപ്പിനോട് ഞാൻ പറഞ്ഞ അത് രസമുണ്ട് പറഞ്ഞ അത് ചൂടോട്ടാ അച്ഛനെ, ജോലിക്ക് ചൂടില്ല. പിന്നെ എന്തിനാ നിങ്ങൾ പൈസ കൊടുത്താൽ അടിച്ചത്? ഇതിന് എന്താ അളിയ ചുമ്മാ സൈക്കോടാ. നമ്മളിങ്ങനെ അല്ലേ കുത്തിക്കഴുപ്പ്. നമ്മളല്ലേ നമ്മള് ഇതേപോലെ ചെറിയ ബിസിനസ്സുകളെ സപ്പോർട്ട് ചെയ്യണം കേട്ടാ. ലോക്കൽ ബിസിനസ്. അതെ, വലിയ വലിയ ആൾക്കാരൊക്കെ ഓൾറെഡി പച്ചടിച്ച് പോയി. ഇവരൊക്കെ പച്ചടിക്കാനുള്ളത് സപ്പോർട്ട് ചെയ്യണം അല്ല അംശനെ? അല്ല അതിന്റെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെ വൈദ്യുതിന്റെ സാധനങ്ങൾ മേടിക്കുക. ചെറിയ ബിസിനസ്സാണ്. സപ്പോർട്ട് ചെയ്യാം. ഇവിടെ ഉറച്ചാത്ത ഉണ്ടോ ചോദിച്ചാ? ബീമർ. നമസ്കാരം. വ്ളോഗിന് കട്ടില്ല ബൈ. ഒരു കപ്പ് കിട്ടിയിടക്ക് ഒരു പണലും ഒരു കപ്പ് വാങ്ങാം. ഒരു മിനിറ്റ് ഇതാ പിടിച്ച. മച്ചാ എന്തുകൊണ്ട് ഫ്രൂട്ട് കപ്പ് എടുക്കാം. മനസ്സിലാക്കി കൊടുക്കണേ. ഇല്ല, ഞാൻ ഹൈസ്കൂളിൽ സ്പാനിഷ് പഠിക്കാം. ആ ക്ലാസ്സിലേക്ക് കടന്ന് ഉറങ്ങി ഞാൻ തോറ്റുപോയി. 10ാം ക്ലാസ് പൊട്ടത് വെച്ചിട്ട് 2ാം അല്ലല്ല മെലോൺ വേറെ അല്ലേ? മെലോൺ വേറെ ഒരു സന്ധ്യ പറഞ്ഞിട്ടുണ്ടേ. സന്ധ്യ പിന്നെ സന്ധ്യ അല്ല, സന്ധ്യ ഒരു സന്ധ്യ വാട്ടർമെലൻ ഇല്ല കുടിക്കാം. ഇത് കുടിച്ചിട്ട് കളയണം. ഇത് കഴിക്കരുത്. ചിക്കനാണ് ചിക്കനാ?
മീലുണ്ട് ബ്രോ ഇത് ചൂടുണ്ടല്ലോ. ആ മറ്റേ ആമീനിലുള്ള പടത്തിൽ ചൂണ്ടിട്ട് പിടിച്ചതാ. ഇതായി എടുക്കും Tamales. ആരാ ആ കഴിഞ്ഞു. Salsita, ya sé que les gusta a ustedes mucho la salsita. അയ്യോ തെറി വിളിക്കുന്നു നിന്നെ. അപ്പൊ ഒരു ഇഡ്ലി ഗർഭ, പൊറോട്ടയും ചിക്കനും ഗർഭ. പൈസക്കാരിയാണല്ലേ. ഗ്രാസിയാസ്. ഇത് ലെമണാണോ? Lemon. ബ്രോ കിട്ടണ ബ്രോ നൈസ് ആയിട്ട് എനിക്കല്ല, എല്ലാം എടുത്തോ. ഞാൻ പോയി കിടക്കട്ടെ. എനിക്കല്ല. ഇതാ ആ ട്രെയിൻ നല്ലല്ലേ, തീർക്ക് പണ്ടാറാണ്. Ahí está. Thank you, Una, ma'am. ഒന്ന് പറയേ ഇത് ഇതിന്നടാ. y 4 más. Thank you. ഇല്ല. ഗ്രാസിയാസ്. ¿Cuándo? Pues, ¿qué fue? Ya ni me acuerdo. A ver, ¿cuántas aguas? 4 aguas. 20. ഇവര് കാര്യം മനസ്സിലാവുന്നുണ്ടോ? 30, 37. 35. 35. ഓക്കെ 37. ഓ മാതാ യാ മൊയ്യുദ്ദീൻ. പിടക്കുന്നുണ്ടോ അത്? അത് കൊടഞ്ഞ അവസരം. We're waiting for you. ആ സന്തോഷം കണ്ടോ? ആ സന്തോഷം കണ്ടോ? ആ ചാടി ചാടി കുലുങ്ങി കുലുങ്ങി വന്നെ കണ്ടോ? എടാ മരം പൊടിഞ്ഞു, അത് തീർന്നു. അതിന്റെ കരിഞ്ഞടാ മരം. പണ്ടാറ മരം കരിഞ്ഞടാ. ഔഷധം കൊടുത്തതല്ലേ? വളം ഇട്ട് കൊടുത്തു. ഇങ്ങനെയോ? എടാ എനിക്ക് വേണ്ട. കിടന്ന സാധനം കേട്ടോ. തീർത്തിട്ട് ചോദിച്ചിട്ട് കാര്യമുണ്ടോ? എല്ലാവർക്കും വേണ്ട. എല്ലാവർക്കും എന്റെ ഫുൾ കപ്പിന് പുച്ച. അതിലത്തെ നല്ല ഫ്രൂട്ട്സ് എല്ലാം കഴിഞ്ഞു. എടാ മൊത്തം ബൈക്ക് ചേട്ടാ. എടാ ഹായ് എന്നാ അങ്ങനത്തെ ഒരു ഹായിട്ട് ജനറേറ്റഡ് ഹായിട്ട്. Just ഒന്ന് കടിച്ചു പിടിച്ചാൽ മതി സൈഡ്. താഴെ. റോഹോ സോസ് ഇതർ. അത്രയും വലിയ കാര്യമാണ്. നമ്മൾ അന്ന് വന്നതാ. ബ്രോ ഞാൻ ഇവിടെ വേറെ കോൺവെർസേഷൻ ആ വരട്ടെ. ഡ്രസ് റെഡി, ഡ്രസ് റെഡി. കൊള്ളാലേ? കൊള്ളാല്ലേ? കൊള്ളാല്ലേ? ചിക്കനാ പേടിക്കണ്ട. കൊള്ളാല്ലേ? എനിക്കൊരു കഷ്ണം മതി. പക്ഷേ കാര്യമായിട്ട് ഒരു കഷ്ണം മതി. ഞങ്ങൾക്കെല്ലാം പിന്നെ ഫോൺ വിളിക്കുന്നതാടാ. ഫോൺ വിളിക്കുന്നതാ. ഇപ്പൊ ഫോൺ കൊണ്ടിട്ടാ. മറ്റേ കോയിന്റെ മറ്റേ കോയിൻ മറ്റേ ആൾക്കാരൊക്കെ നോക്ക്. കോഴിയാ മറ്റേ പ്ലാന്റിന് ബഗ്ഗി എടുത്ത് പോലും വെച്ചാലേ ഇങ്ങനെ പോകുമ്പോല്ലേ എന്നാലും എല്ലാരും ചിരിക്കാൻ മറന്നു. Laugh will be delivered in 2 business days. Again. 2 ദിവസം കഴിഞ്ഞിട്ട് എത്തും. കഷ്ടപ്പെടുന്നുണ്ടാ? ഇവിടെ അവരെല്ലാം അവിടെ ഇരുന്ന് എന്തെല്ലോ ഡിസ്കസ് ചെയ്യുമ്പോ ഇവിടെ ഒറ്റയ്ക്ക് വന്ന് തിന്നുന്നു. സെൽഫ് ടൈം വേണം ടൈം ഔട്ട്. സെൽഫ് ലവ് ആണ്. ടൈം ഔട്ട്. മെഡിറ്റേറ്റ് ചെയ്തിട്ട് കുറച്ച് ഓ എന്നാ ഇത് വേണ്ടല്ലേ? നമ്മളിവിടെ ഒരു തണലത്ത് നിർത്തിയിട്ടല്ലത് മരണച്ചൂടെ ഇതിന്റെ ഉള്ളിൽ വന്നിട്ടില്ലേ കല്ലു അടിച്ചു, എവിടെയോ കല്ലടിച്ചു. അതുകൊണ്ട് ഹെൽമെറ്റ് ഉണ്ടെന്ന് പറയട്ടെ. അതിനകത്ത് പറയണ്ട് വേറെ ഹെൽമെറ്റ് വാല്യൂ ഡ്രൈവിംഗ്. അത് ശരിയാണ് കേട്ടോ. അവര് തെറ്റിന്റെ ഭാഗത്താ. എന്താ വിഷയം എന്താ? ഞാനല്ലേ ഇങ്ങനെ ഇട്ടിട്ട് ഓടിച്ചോണ്ടിരുന്നേ. ഭയങ്കര വെയിലടിച്ചോണ്ട് ഞാൻ ഇങ്ങനെ ആക്കിയേ.
ഇങ്ങനെ പൊക്കുമ്പോ ഒറ്റടി അതോ ഇത്രയുള്ള കല്ല് പണ്ടാ തുടങ്ങാൻ ഉപയോഗിച്ചൊന്നല്ല. എന്ത് പറ്റി ഒരു സാധനം അടിച്ചത്? ഭയങ്കര വെയിലും ഹെൽമെറ്റ് ഇടുമ്പോ നീ പുച്ഛിച്ചല്ല അതിടുന്നതിനെക്കാട്ട് നല്ല ശരി. ഇല്ല അത് കുഴപ്പമൊന്നുമില്ല, റൈഡർ മോഡാണ്. F1 ഇറങ്ങിയ സിനിമ സ്പോട്ടെത്തി. ഇതൊരു കാടാണ്, ക്രിസ്ത്യൻ ഫോറസ്റ്റ് ആയത്. സ്പോട്ടിനെക്കാട്ടി നൈസ് റൈഡ് അല്ലേ? അത് അവിടെ എഴുതിയിട്ടില്ല. അല്ലേ സ്പോട്ടിനെക്കാട്ടി നൈസ് റൈഡ് അല്ലേ? ആ റോഡ് നല്ല രസമാണ്. പക്ഷെ അന്ന് നമ്മൾ വന്നപ്പോ ക്ലൈമറ്റ് അടിപൊളിയായിരുന്നു. ഇന്ന് ഭയങ്കര ചൂടാ. പക്ഷെ ബൈക്കിൽ പോകുമ്പോ അധികം അറിയുന്നില്ല, ഇതിൽ പോകുമ്പോ നല്ലോണം അറിയും. ആർക്കും തന്നെ ഓടിക്കണ്ടേ? അവസരം ഞാൻ തരുന്നു. ഞാൻ റോബിയുടെ കുറച്ചെടുത്ത് മതി. ഒന്നാമത് ഈ കാറ്റുകൊണ്ട് പാട്ട് അധികം കേൾക്കുന്നില്ല. പറന്നു പോലെ നമ്മളെന്റെ ബാക്കില ഇതിന്റെ ടയറിനെ കൊണ്ട് ഈ ചപ്പും ചവറൊക്കെ നമ്മളെ എത്താ വരുന്നത്. നമുക്ക് തോന്നിയില്ലോ. എനിക്ക് തോന്നൂല, നമുക്ക് തോന്നുന്നുണ്ടല്ലോ. ഞാനിന്റെ അത് ഓടിക്കുന്നു. റോബേട്ടാ നിങ്ങൾ വീണ്ടും ഇതിലായി എനിക്ക് തോന്നുന്നു. അല്ല എടാ കാല് പൊള്ളല്ലേ? നല്ല പൊള്ളലാണ്. മൊത്തം പൊള്ളൂല. അപ്പൊ ഇങ്ങനെ ഡേഞ്ചറാ. അതുകൊണ്ടല്ലോ നീ ഇങ്ങനെ ഓടിക്കുന്നത് വൈഡായിട്ട്. അങ്ങനെ പിടിക്കണം ഓടിക്കുമ്പോ അറിയില്ല. കേട്ടാ. ഇതുണ്ട ഈ സാധനം കണ്ടാ, ഇതുപോലത്തെ ഒരു കട്ട എന്റെ നെഞ്ചത്തൊന്ന് ഇടിച്ച് ചളി. നീ ഫ്രണ്ടിൽ പോകുമ്പോ ഞങ്ങൾക്ക് എല്ലാവർക്കും അന്ന് ഇത് ഏറ്റവും ബാക്കിൽ പോ. അതെപ്പോഴും ഏറ്റവും ബാക്കിൽ അതാണല്ലേ കേട്ടാ. ഇത് നമ്മളെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ ഓടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാൻ വെച്ച് കേറാനാ, എന്നിട്ട് ഞാൻ കുറച്ച് സൈഡാക്കി. അഡ്രസ് ഒന്നും ഇല്ല നീ. നേരെ അങ്ങോട്ട് പോവാം. ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ചെറിയ സ്പോട്ട് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് നേരെ തിരിക്കാം. ഫുഡ് പോയിട്ട് കഴിക്കാം. അല്ലേ വാഫിള് ക്യൂസിന് മൊത്തം പോലീസല്ലേ മച്ചാ? വേണ്ടേ? ഇത് വണ്ടി രജിസ്ട്രേഷൻ ഇല്ല, ലൈസൻസ് ഇല്ല, ഹെഡ്ലൈറ്റ് ഇല്ല, സ്റ്റൈലൈറ്റ് ഇല്ല. അവിടെ ആനപ്പുറത്ത് ഇരിക്കുന്ന പോലെ ഉണ്ട്. ആനപ്പുറത്ത് ഇരിക്കുന്ന പോലെ ഉണ്ട്. ആ നീ കുറച്ച് ചെറുതായിട്ട്. ആ നിനക്കിത് കുറച്ച് കുഴപ്പമില്ല. കൈമ മാഷിനെ മോൻ ആരെയും പറ്റിക്കാൻ പഠിച്ചില്ല. കൈമ മാഷിനെ മോൻ ഒരു വേറെ ബൈക്കേഴ്സ്. എത്ര ബൈക്കേഴ്സ് ആണ് ഇന്ന്? ബൈക്കിംഗ് എല്ലാ സ്പോട്ടാണ്. കോളനികളിൽ ഇന്ന് വണ്ടി ഓടിക്കാൻ നോക്കുന്നത്. ഷോ ഹായ് കൊടുക്ക്. പോന്ന് ബോട്ടില്. നവസോട്ട വേറെ ആ വഴി തിരിച്ചെത്തുമ്പോഴത്തേക്ക് കാണിക്കണ 3 മണിക്കൂർ 2 മണിക്കൂർ 2 മണിക്കൂർ. ഇപ്പൊ 12 മണിയല്ലേ? 2 മണിയാകുമ്പോൾ വീട്ടിലെത്തൂലേ? 2:25. കുഴപ്പമില്ല. 2:25. അപ്പം അപ്പൊ ഇവിടെ നേരെയാ? ഇവിടെ നേരെ പോയി എന്റെ ഈ സ്റ്റൈലല്ലേ? രജിസ്ട്രേഷൻ ഇല്ല, ബുക്ക് പേപ്പറും ഇല്ല, ലൈസൻസ് ഇല്ല. ഇവിടെ എല്ലാരും ഇല്ലീഗലാ. ബുദ്ധിയില്ല. എനിക്ക് സിറ്റിസൺഷിപ്പും ഇല്ല. എന്ത് പണ്ടാണ്. വെറൈറ്റി ആയിട്ട് സ്മാർട്ട് ആയിട്ട് തിങ്ക് ചെയ്തു. ഊണും വേണ്ട ഒന്നും വേണ്ട. IQ 1000 ഓറ പോയിന്റ് കൂടി. ഗ്രാഫ് പൊങ്ങി. ഇങ്ങനെയായി. എടാ അത് തണ്ടിത്തരാം. അതിപ്പം ചെയ്ത് തണ്ടിത്തരാം. കടിച്ചു അത്. ഇനിയിപ്പോ ഒരാൾക്ക് കഴിക്കാൻ പറ്റുമോ? എടാ എന്നാ ഇവൻ കളിക്കുന്നതാ? ഇങ്ങോടാ ഞാൻ കഴിക്കട്ടെ. നീ മണ്ടത്തരാ അത്. അവൻ കറക്കുന്നില്ലാണ്ട് ഇനി എന്ത് കറക്കാൻ പോയത്? അത് ഡീപ് ഫ്രൈഡ് ബ്രോ. റോബിയേട്ടിന് അടുത്ത ആഴ്ച നാട്ടിൽ വരുന്നുണ്ട്. അപ്പം കാണുന്നവര് ചായ ചോദിച്ചാൽ മതി, റോബിയേട്ട് വാങ്ങി തരും. വിത്ത് മന്തിന്നല്ലേ പറഞ്ഞേ? നാട്ടുണ്ടല്ലേ ചങ്ങായിയോട് പോണാ ലഡാക്ക്. നാട്ടുകാർക്കാർക്കും അറിയത്തില്ല ഞാൻ വരുന്ന കാര്യം. അത് കാണോ?
ഉണ്ട് കുറച്ചുണ്ട്. SSLCക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയാൽ 1,00,000 രൂപ. എന്ത് പണ്ടാരാ അത്? ഓരോരോ സമ്മാനങ്ങൾ റോബേട്ട് കൊടുക്കുന്നു. റാൻഡം സാധനം. റാൻഡം സാധനം. SSLC കഴിഞ്ഞു. ഒരു ബന്ധുവില്ലാത്ത സാധനം ഇപ്പൊ പറഞ്ഞത്. അല്ല ഇപ്പൊ നമ്മള് പറഞ്ഞിട്ടേ പിന്നെ കണ്ടാലും മന്തി വാങ്ങി കൊടുക്കുന്നു. SSLC പാസ്സായാല് ഇത് മേജർ സാധനം അല്ലേ? 1,00,000. നൈസല്ലേ? നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ? റെക്കോർഡിംഗ് മുറ്റിക്കൊണ്ട് വായുന്നു. ഏയ് സ്മൂത്തായപ്പോ കിട്ടിയ ഇതാ. ഈ വേറെ സ്പൂൺ വാങ്ങാനായിരുന്നു കേട്ടോ മച്ചാനെ. സ്പൂൺ വേറെ വാങ്ങിക്കണോ? വേറെ കൊല്ലം എന്താ ചിരിക്കണ? കൊല്ലം എന്തെങ്കിലും ചിരിക്കണം നോക്ക്. കൊല്ലം ഈ സ്പൂൺ മാത്രമേ ഉപയോഗിച്ചാൽ മതി. പൊട്ടിയാൽ ഇതന്നെ ഉപയോഗിക്കും. പുതിയ വാങ്ങൂല. എന്നാ വിഷയം പറ്റിയ ഗോപ്ര പോയി ഗൈസ്. എല്ലായിടത്തും നോക്കിയാ കിട്ടുന്നില്ല. പോവാണെങ്കിൽ ഈ സാധനം പോകേണ്ടത്. അതിന്റെ കൂടെ ഉണ്ടായിരുന്നോ ഇത്? അല്ലല്ലോ, കൂടെ ഉണ്ടായിരുന്നല്ലോ. ഇതാണ് ഞാൻ സെന്ററിൽ വെച്ചത്. ഇതും ഗോപ്രോയും അത്രയും വലിയ സാധനങ്ങൾ പോവാൻ നടുക്ക് വെച്ച സാധനം ബൈക്കിൽ പോലെയല്ല ബ്രോ. ഞാൻ വീഡിയോസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കി. അന്നേരം അതില് ഒരു വീഡിയോയിൽ കാണുന്നുണ്ട്. എന്നിട്ട് 20 മിനിറ്റ് ഞാനും ബേസിലാണ്ടും വണ്ടിയിലുണ്ടായി. അന്നേരം ഉണ്ട് നമ്മുടെ ഇവര് ഗോപ്രോ. അത് കഴിഞ്ഞിട്ട് നിർത്തിയിട്ടുള്ള വീഡിയോയില് ഗോപ്രോ ഇല്ല. പക്ഷെ പോയാലും എങ്ങനെയാടാ പോണേ? ഞങ്ങള് പറന്നു പോവില്ല. ഗോപ്രോ പറന്നു പോവില്ല. അതാണ് നല്ല വെയിറ്റ് ഉണ്ട്. പറഞ്ഞാലും നമ്മള് അറിയൂലേ. നമ്മളുടെ സെൻട്രൽ കൺസോളിൽ നിന്നല്ലേ പറന്നു പോണേ. അതെ, അങ്ങനെയാണല്ലോ. ഇതും കൊണ്ടല്ലേ? ഇത് അതിന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു. പേഴ്സ് ഉണ്ടായിരുന്നു. നമ്മളൊന്നും എടുത്ത് മാറ്റിയില്ല, ഒന്നും മാറ്റിയില്ലേ? അത് എങ്ങനെ പോകുന്നത്? 11:09 വരെ നമ്മുടെ കൂടെ ഉണ്ടായ സാധനം വേറെ എവിടെ നിർത്തിയില്ല. അടുത്ത് നിർത്തുന്നതിന്റെ മുന്നേ സാധനം പോയി. അതെങ്ങനെയാണ് അത്? യെസ്, നേരത്തെ നമ്മൾ ഗോപ്രോ പോയതിൻ്റെ ഒരു വിഷമത്തിലായിരുന്നു. സംഭവം എന്താ പറ്റിയെന്ന് വെച്ചാൽ, ഗോപ്രോ നമ്മൾ യൂസ് ചെയ്യാൻ നോക്കാമെന്ന് വിചാരിച്ച് എടുത്തതാണ്. പക്ഷെ യൂസ് ചെയ്തില്ല. വണ്ടി തന്നെ വെച്ചേ. അപ്പോൾ അതിൻ്റെ മുകളിൽ ബാഗോ ജാക്കറ്റോ ഹെൽമെറ്റോ എന്തോ വെച്ച് അതിൽ കുടുങ്ങി. ഈ സാധനം പുറത്തിറങ്ങിയാലും പുറത്തേക്ക് പോയി സാധനം. എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് എത്തി വീഡിയോസ് എല്ലാം വെച്ച് നോക്കുമ്പോഴാണ് നമുക്ക് പോയ ആ ടൈം ലൈൻ പിടിയിട്ടത്. ഒരു വീഡിയോയിൽ അത് കാണുന്നുണ്ട്, മറ്റേ വീഡിയോയിൽ അത് കാണുന്നില്ല. അപ്പോൾ അത് എടുത്ത ഗ്യാപ്പിൽ എവിടെയായിരുന്നു നോക്കിയിട്ട് ആ ഒരു സ്പോട്ടിലേക്ക് പോയി നോക്കി. സാധനം കിട്ടി. 2 മണിക്കൂർ തിരിച്ചു വരുവാണ്. എൻ്റെ അടാ 1.5 മണിക്കൂർ ഓടിച്ച്. 1.5 മണിക്കൂർ ഞാൻ ഒന്നാമതേ ടയർഡായി. ആ വെയിൽ കൊണ്ടിട്ട് വണ്ടി ഓടിച്ച് ഞാൻ ടയർഡായി. വീട്ടിൽ വന്നിട്ട് കുറച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് നിന്ന്. പക്ഷേ ഇത് പോയല്ലോ. എന്നിട്ട് റോബേട്ടൻ പറഞ്ഞു വാടാ നമുക്ക് തിരിച്ചു പോകാമെന്ന്. ഞാൻ റോബേട്ടനും കൂടി പോയി ഫുള്ള് നോക്കി. നമ്മൾ റോഡ് സൈഡിലൊന്നും കാണുന്നില്ല. വണ്ടി പാർക്ക് ചെയ്ത് ഇങ്ങനെ പോയി നോക്കി പുല്ലിൻ്റെ ഇടയിൽ ഇങ്ങനെ വീട്ടിലേ. എൻ്റെ പൊന്നളിയാ, കിട്ടിയൊരു സന്തോഷം ഉണ്ടായി. അത് കിട്ടിയതിൻ്റെ വീഡിയോ ഉണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടോ. ആ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് എങ്ങനെയുണ്ട്? അതായിരുന്നു ഹാപ്പിനെസ്. ആ കിട്ടിയപ്പോഴുള്ള ഹാപ്പിനെസ്. അത് മിസ്സായി പോയണ്ടല്ല, എവിടെ മിസ്സായി എങ്ങനെ പോയി എന്ന് ഒരു ഐഡിയ ഇല്ലാത്തതുകൊണ്ടുള്ള ഒരു ഫ്രസ്ട്രേഷൻ അല്ലേ, അതായിരുന്നു. എന്തായാലും അത് കിട്ടി. ഗോപ്രോ തിരിച്ച് കിട്ടി ഗൈസ്. ഹാപ്പിനെസ് ആണ്. പിന്നില്ലേ വേറെന്താ പറയാനുണ്ട്? അല്ല വേറൊന്നുമില്ല. ഇനിയില്ല ആഴ്ചകൾ ഇനി അങ്ങോട്ടില്ലേ കുറച്ചും കൂടി ടൈറ്റ് ആവുകയാണ് എൻ്റെ ഷെഡ്യൂള്. രാവിലെ ജിമ്മിൽ പോയി എല്ലാ ദിവസവും 4:30 എണീറ്റ് 4:30 ജിമ്മ് സ്റ്റാർട്ട് ചെയ്ത് 5:15 വരെ ചെയ്യും. 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങും, ജോലിക്ക് പോകും. അവിടെ 7 മണിക്കെത്തും. 10 മണിക്കൂർ ജോലി. തിരിച്ച് വീട്ടിൽ 7 മണിക്കെത്തും. അത് കഴിഞ്ഞ് ബോക്സിങ് പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഫുൾ ടൈറ്റ് ആയിരിക്കും ഇനി അങ്ങോട്ട്. അതുപോലെ തന്നെ ആഴ്ചയിൽ ഒരു ബുക്ക് വായിച്ച് തീർക്കുന്ന ആ ചലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. ഇനി കഴിഞ്ഞ ആഴ്ച എനിക്ക് മിസ്സായി. കുറേ തിരക്കുകളൊക്കെ ഒരുമിച്ച് വന്നുകൊണ്ട് ഒരാഴ്ച മിസ്സായി. ശരിയല്ല പീസടി. വെറുതെ പറയണ്ട, നാളെ കാണാം. ശരി എന്നാ, പീസ്.